സോ ഇന്നിവിടെ ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ട മൈക്ക് തന്നെയാണ്. ഏത് വ്ളോഗേഴ്സ് എടുത്ത് നോക്കിയാലും ഈവൻ ആപ്പിളിൻ്റെ CEO ടിം കുക്കിൻ്റെ ഷർട്ടിനെ വരെ കണ്ടിട്ടുണ്ട് ഈ ഒരു ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2 വയർലെസ് ലെവലിയോ മൈക്രോഫോൺ. അതായത് ഈ കാണുന്ന മൈക്ക് തന്നെയാണ്. ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് കേൾക്കാൻ പോകുന്നത് ഈ മൈക്കിൽ നിന്ന് തന്നെയാണ്. ഇപ്പം എൻ്റെ ക്യാമറയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ നിങ്ങൾക്ക് ഫോണിലാണെങ്കിൽ ഫോണിൽ കണക്ട് ചെയ്യാം, ലാപ്പിലാണെങ്കിൽ ലാപ്പിൽ കണക്ട് ചെയ്യാം, ഈവൻ ഡ്രോണിൽ വരെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐഫോൺ ഏതോ ആകട്ടെ, ഐഫോണിൻ്റെ എല്ലാ പിന്നുണ്ട്, ആൻഡ്രോയിഡ് ഫോൺ ആവട്ടെ, USB Type-C ഉണ്ട്. എല്ലാത്തിലും കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു മാസ്റ്റർ മൈക്ക് എന്ന് തന്നെ പറയാം. ഇത് എന്തുകൊണ്ട് ഇത്ര ഫേമസ് ആയെന്ന് ഒരൊറ്റ ക്ലിക്കിൽ ഞാൻ കാണിച്ചു തരാം. സോ ഇപ്പോൾ ഞാൻ ബീച്ചിലാണുള്ളത്. അത്യാവശ്യം കാറ്റുണ്ട്. വിത്ത് സിംഗിൾ ടാപ്പ് നമ്മൾക്ക് ഓണാക്കി നോക്കാം. എത്രത്തോളം നോയ്സ് ക്യാൻസൽ ആയെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ആ സെയിം കാറ്റ് തന്നെ അടിക്കുന്നുണ്ട്. ബട്ട് ഒരു ടാപ്പിൽ നമ്മൾ ENC ഓൺ ആക്കിയിരിക്കുകയാണ്. സോ നിങ്ങൾ കണ്ടില്ലേ, ആ കടപ്പുറമുള്ള ആ ഒരു അത്രയും നോയ്സ് സിറ്റുവേഷൻ ഒരൊറ്റ ക്ലിക്കിൽ അതില്ലാണ്ടാക്കി. അത് ഞാൻ റെക്കോർഡ് ചെയ്തത് ഫോണിൽ നിന്നാണ്, ക്യാമറ ഒന്നും എടുത്തിട്ടില്ല. സോ ഓരോന്നായി കാണിക്കുമ്പോൾ നമ്മൾക്ക് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്യാം. കുറച്ച് സ്റ്റിക്കേഴ്സാണ്, അത് എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊരു ചാർജിങ് കേസാണ്. എയർപോഡ്സ് ഒക്കെ പോലെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, മൈക്ക് 2 ഇടാം. റിസീവറാണ്, റിസീവർ ക്യാമറ കണക്ട് ചെയ്യുന്ന റിസീവറാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാകുക. ഇനി ഇതെല്ലാം കൂടി ഒരൊറ്റ ബോക്സിൽ തന്നെ ഈ ബോക്സ് ചാർജ് ചെയ്യും. ഇനി ഈ ബോക്സ് ചാർജ് ചെയ്യണമെങ്കിൽ ബാക്കിൽ USB Type-C ചാർജിങ് സോക്കറ്റ് ഉണ്ട്. സോ ഇവർ തന്നെ ബോക്സിൽ USB കേബിൾ കൊടുക്കുന്നുണ്ട്. പിന്നെ പലതരം മാഗ്നറ്റ്സ് ആണ്, അത് ഓരോന്ന് തന്നെ ഞാൻ കാണിച്ചു തരാം. സോ ആ ഒരു ചാർജിങ് കേസിൻ്റെ അകത്ത് 2 ട്രാൻസ്മിറ്ററാണ് ഉണ്ടാകുക. നിങ്ങൾ ഈ എൻ്റെ ഇവിടെ കാണുന്ന ബട്ടൺ സൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്മിറ്റർ. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ബോക്സിൽ നിന്ന് എടുക്കുക, കണക്ട് ചെയ്യുക, സ്റ്റാർട്ട് ഷൂട്ടിങ്. ഇതിൻ്റെ മെയിൻ ഉപകാരം, നമ്മളെന്തെങ്കിലും ചെറിയ ഷൂട്ടിന് പോവുകയാണെങ്കിൽ ഈ 2 ഐറ്റം മാത്രം എടുത്ത് കയ്യിൽ പിടിച്ചാൽ മതി. അതിൻ്റെ വയറോ ബോക്സോ ഒന്നും വേണ്ട. ഫോണും കയ്യിലുണ്ടെങ്കിൽ അത്ര തന്നെ ധാരാളം. കുറേ അഡ്ജസ്റ്റ്മെൻറ്റോ തിരിക്കാനോ വളക്കാനോ ഒന്നുമില്ല. ഇതിൻ്റെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ബാറ്ററി ലൈഫാണ്. ഈ ഒരു ചാർജിങ് കേസ് ഉൾപ്പെടെ നിങ്ങൾക്ക് 40 മണിക്കൂർ യൂസ് ചെയ്യാം. അതായത് യൂസ് ചെയ്തിട്ട് ചാർജ് തീരുമ്പോൾ വീണ്ടും കേസിലിടുക, വീണ്ടും യൂസ് ചെയ്യുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ് ടു 40 hours ആണ് ഇതിൻ്റെ റെക്കോർഡിംഗ് ടൈം നമ്മൾക്ക് കിട്ടുന്നത്. ഇത് നമ്മൾക്കൊരു ഫാഷനായിട്ട് വെയർ ചെയ്യാം. എന്നാൽ അതല്ല, ഇവിടെ മൈക്ക് കണക്ട് ചെയ്യണമെങ്കിൽ അവിടെ മൈക്ക് കണക്ട് ചെയ്യാം. ഇനി ഇത് ഷർട്ടിൻ്റെ പുറത്ത് വേണ്ട, അകത്ത് വേണം. ജസ്റ്റ് ഷർട്ടിൻ്റെ അകത്തിടാം, എന്ന് നേരെ അവിടെ മാഗ്നറ്റ് യൂസ് ചെയ്യാം. ഇവിടെ ക്ലാമ്പായി. സോ വേറൊന്നും കാണില്ല, ഷർട്ടിൻ്റെ അകത്ത് ഉണ്ടാകാം. അതല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റ് കാണാം. ഇത് ഷർട്ടിൻ്റെ അകത്ത് വെക്കുക, എന്നിട്ട് ക്ലിപ്പ് ചെയ്യുക. ഡൺ. ക്ലിപ്പ്, ആ ക്ലിപ്പ് ഇതേപോലെ അറ്റാച്ച് ചെയ്യുക. വീണ്ടും പഴയ മോഡൽ പോലെ തന്നെ നമ്മൾക്ക് ഷർട്ടിന് ഇതുപോലെ ക്ലാമ്പ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും ആക്ച്വലി സെയിം ആണ്. ഒന്ന് ഐഫോൺ ലൈറ്റനിങ് കേബിളാണ്. അപ് ടു ഐഫോൺ 14 വരെ ഇതാണല്ലോ വരുന്നത്. പിന്നെ 15 16 ഒക്കെ Type-C ആയി. ഐഫോൺ എക്സാമ്പിൾ എടുത്തതാണ്. ഐഫോൺ മാത്രമല്ല, നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആവട്ടെ, ഈവൻ മാക്ബുക്ക് ആവട്ടെ, ലാപ്ടോപ്പ് ആവട്ടെ, എവിടെ വേണമെങ്കിലും എവിടെയൊക്കെ Type-C ഉണ്ട്. ഈവൻ ഡ്രോൺ ആവട്ടെ, Type-C അതിൽ പോർട്ട് ഉണ്ടെങ്കിൽ അവിടെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ഇപ്പോൾ ഡ്രോണിനാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. ഡ്രോണ് പറപ്പിക്കുന്നുണ്ട്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്ര ദൂരെ നിന്ന് നമ്മൾക്ക് വീഡിയോ ചെയ്യാം. ഹായ്, മൈക്ക് ചെക്ക് 1 2 3, മൈക്ക് ചെക്ക് 1 2 3. നിങ്ങൾക്ക് താഴെ ഒരു ബട്ടൺ കാണാം, അതായത് നോയിസ് ക്യാൻസലേഷൻ ഓൺ ഓഫ് ആക്കുന്ന ബട്ടനാണ് ഇത്. ഇവിടെ ഫോണിൻ്റെ, അതായത് ഈ റിസീവറിനും ഉണ്ടാവും, അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്മിറ്ററിൻ്റെ സൈഡിലും ഉണ്ടാവും ബട്ടൺ. ഇനി നിങ്ങൾ കണക്ട് ചെയ്ത് ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിൻ്റെ ബാറ്ററി ലോ ആണെങ്കിൽ ഇവിടെ USB Type-C പോർട്ട് കാണാം. ഇവിടെ കണക്ട് ചെയ്ത് ഫോൺ ചാർജ് ചെയ്ത് കൊണ്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ചെറിയ റിസീവർ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഫോണിൽ നിന്ന് തന്നെ പവർ എടുത്തോളും. സോ ഇതിൻ്റെ ഡിസൈന് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഈ ഹോളി ലാൻഡിൻ്റെ ഒരു ലോഗോ കാണാം, ഒരു LED കാണാം. ഈ ഒരു LED നമ്മൾ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആണെങ്കിൽ ഗ്രീനും അല്ലെങ്കിൽ ബ്ലൂ ആണ് കാണുക. ഇവിടെ ബട്ടൺ ഉണ്ട് സൈഡിൽ, ഇവിടെ ഒരു യെല്ലോ ബട്ടൺ നിങ്ങൾക്ക് കാണാം. അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ബ്ലൂ ആണെങ്കിൽ ഓഫാണ്. പിന്നെ താഴെയാണ് ചാർജിങ് കേസിലിടുമ്പോൾ ചാർജ് കയറാനുള്ള അറ്റാച്ച്മെൻറ്റ് കോണ്ടാക്ട് പോയിൻറ്റ്. മുകളിലാണ് മൈക്ക് വരുന്നത്. പിന്നെ ബോക്സിൽ ഇതിൻ്റെ ഡെഡ് കാറ്റ് ഉണ്ട്. നിങ്ങൾ കൂടുതൽ വിൻഡുള്ള സ്ഥലത്തു നിന്നാണ് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ കാറ്റടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഡെഡ് കാറ്റ്സ് കൊടുക്കുന്നുണ്ട്. യൂഷ്വലി ഞാനത് യൂസ് ചെയ്യാറില്ല, അത് ബോക്സിൽ തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ കിട്ടിയിട്ടുള്ളത് ക്യാമറ. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. ക്യാമറ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാമറയിൽ ഈ Type-C ലൈറ്റനിങ്ങോ കണക്ട് ചെയ്യാൻ കഴിയില്ല.
അതിനുവേണ്ടി ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് പ്രൊഫഷണൽ ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്, അതായത് റിസീവർ ഉണ്ട്. ആ ഒരു റിസീവറിൽ നിങ്ങൾക്ക് ഗെയിൻ കൺട്രോൾ ഉണ്ട്. അപ് ടു 3 ലെവൽ നിങ്ങൾക്ക് ഗെയിൻ അപ്പും ഗെയിൻ ഡൗണും ചെയ്യാം. അതേപോലെ മോണോ അല്ലെങ്കിൽ സ്റ്റീരിയോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. TRS ടു TRS കേബിളാണ് നിങ്ങൾക്ക് ഈ മൈക്ക് റിസീവറും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് വിത്ത് ക്യാമറ യൂണിറ്റ്. ഈ കേസിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വന്നിട്ടുള്ള മൈക്കിൻ്റെ ഫുള്ളും കേസും അതേപോലെ തന്നെ 2 റിസീവേഴ്സും മാലകളും എല്ലാം അങ്ങ് അടക്കി ഒതുക്കി വെക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെ നോക്കിയാലും യൂസർ ഫ്രണ്ട്ലിയാ. ഈ സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഈ ബ്രാൻഡിൻ്റെ ലോഗോ കാണുന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഒട്ടിക്കാം, അല്ലെങ്കിൽ വൈറ്റ് ഷർട്ട് ഇട്ട ഒരാളാണെങ്കിൽ വൈറ്റ് ഒട്ടിക്കാം, അപ്പോൾ കാണാതെയാവും. സോ ഇതിൻ്റെ പ്രൈസിങ്ങും കൊള്ളാം. ഭയങ്കര എക്സ്പെൻസീവും അല്ല, ഭയങ്കര ചീപ്പും അല്ല, അഫോർഡബിൾ ആണ്. മറ്റ് നമ്മൾ ബ്രാൻഡ് നോക്കുമ്പോൾ 30,000 40,000 വരെയും പോകാറുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ക്യാമറൻ്റെ റിസീവർ വേണ്ട, ഫോണിൻ്റെ Type-C മാത്രം മതിയെങ്കിൽ Type-C മാത്രം വരുന്നത് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഇഷ്ടമുള്ള പോലെ കാറ്റഗറൈസ് ചെയ്ത് വാങ്ങാൻ പറ്റും നിങ്ങൾക്ക്. പർച്ചേസിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. Until next time, it's me Farhan bin Fazil here. Bye.